ജീവിതത്തിലും ബിസിനസ്സിലും വിജയം വരിക്കുക എന്നത് എല്ലാവർക്കും സാധ്യമാണ്. അതിൽ ഭാഗ്യനിർഭാഗ്യങ്ങളില്ല. പരിശ്രമവും അറിവ് സമ്പാദിക്കലും ചിട്ടയായ ജീവിതവും സംയോജിതമായ മൂവുകളും ഉണ്ടാകണമെന്ന് മാത്രം. വിജയിച്ച ഫോമുല എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മതിയാവും. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചും നമുക്ക് വിജയത്തിൻ്റെ ഫോമുല മനസ്സിലാക്കാം. ചില പ്രത്യേക ചിന്താഗതികളും ശീലങ്ങളും വിജയത്തിൽ നിന്നും പിന്തിരിപ്പിക്കും. അവ ഏതെന്ന് തിരിച്ചറിഞ്ഞ് മാറ്റിവയ്ക്കാം. ചിലർ ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ബിസിനസ് വിജയത്തിൽ ഭാഗ്യത്തിന് പങ്കുണ്ടോ എന്നത് ഒരു തർക്ക വിഷയമാണ്. പലപ്പോഴും ഷെയർ ചെയ്യപ്പെടാറുള്ള ബിസിനസ് വിജയകഥകൾ ഭാവന ചേർത്ത മാന്ത്രിക കഥകളായിട്ടാണ് നാം കേട്ടിട്ടുള്ളത്. ബിസിനസ് വിജയം എന്നത് ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. അതിൽ ഭാഗ്യത്തിന് ചെറിയ റോളുണ്ടാകാം. പക്ഷേ ആ ഭാഗ്യമല്ല, മറിച്ച് ബിസിനസ്സുകാരൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് വിജയത്തിന് നിദാനം. യാദൃശ്യമായി സംഭവിക്കുന്നതല്ല ബിസിനസ് വിജയം. അത് ബിസിനസ്സിൽ വിജയം സ്വപ്നം കണ്ട് മുന്നോട്ട് സഞ്ചരിച്ച വ്യക്തികളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലം തന്നെയായിരിക്കും. ഭാഗ്യമില്ലെന്ന് പരാതി പറഞ്ഞ് അവസരങ്ങളെ പാഴാക്കി കളയാതിരിക്കുക. ഭാഗ്യത്തിനേക്കാൾ 10 മടങ്ങ് വലുത് നിങ്ങളുടെ ആത്മവിശ്വാസമാണെന്നത് മറക്കരുത്. നമ്മിൽ ചിലർക്കെങ്കിലും സ്വയം പരാജയപ്പെടുത്തുന്ന മനോഭാവമാണ് ഉള്ളത്. പരാജയപ്പെടുമെന്ന ഭീതിയാണ് മിക്കപ്പോഴും ബിസിനസ്സുകാരുടെ വിജയത്തെ തടഞ്ഞു വയ്ക്കുന്നത്. മനസ്സിൽ ഭീതി ഉണ്ടാവുമ്പോൾ പ്രവൃത്തികൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ടാവും. വിജയത്തിലേക്കുള്ള യാത്ര തടസ്സപ്പെടും. മനസ്സിൽ വിജയിച്ച ഒരാളായി, വിജയിക്കുന്ന ഒരാളായി, വിജയം സുനിശ്ചിതമായ ഒരാളായി സ്വയം സങ്കല്പിക്കുക. ആ നിലയിൽ നിങ്ങൾ വിജയിച്ചു നിൽക്കുന്നത് മനസ്സിൽ കാണുക. ബിസിനസ് വിജയിച്ച ഒരാളായി വിചാരിക്കുകയും അങ്ങനെ പെരുമാറുകയും ചെയ്യുക. ഇങ്ങനെ തുടർച്ചയായി ചെയ്താൽ അകത്തും പുറത്തുമുള്ള സാഹചര്യങ്ങൾ അയാൾക്ക് അനുകൂലമായി മാറി വരും. അഥവാ മനസ്സിനകത്ത് ആത്മവിശ്വാസം ഉണ്ടാവുകയും അതോടൊപ്പം പുറമെയുള്ള സാഹചര്യങ്ങൾ ബിസിനസ്സിന് അനുകൂലമായി വരുന്നതും കാണാം. നമ്മുടെ പല ബിസിനസ്സുകാരും അച്ചടക്ക ബോധമില്ലാത്തവരാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക എന്നതാണ് ബിസിനസ്സിലെ അച്ചടക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നിർവചനത്തിന് 2 ഭാഗങ്ങളുണ്ട്. രണ്ടാമത്തേത് മിക്കവരും ചെയ്യുന്നതാണ്, ചെയ്യേണ്ട സമയത്ത് ചെയ്യുക എന്നത്. എന്നാൽ ഒന്നാമത്തേത് പലരും ശ്രദ്ധിക്കാറില്ല. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇതിന് പ്രത്യേകിച്ചും ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. താൻ ചെയ്യേണ്ടതില്ലാത്ത കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ്. ക്ലയൻറ്റിൽ നിന്നും പണം വാങ്ങുക, ബാങ്കിൽ പോവുക, കത്തയക്കുക, ഓഫീസിലെ എല്ലാ ചെറിയ കാര്യങ്ങളിലും ഇടപെടുക തുടങ്ങി ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടതില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അയാൾ ചെയ്യേണ്ട കാര്യങ്ങളായ ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ, കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ, പുതുമ നടപ്പിലാക്കൽ എന്നിവയിൽ നിന്ന് ശ്രദ്ധ മാറുകയും ക്രമേണ ബിസിനസ് തകർച്ചയിലേക്ക് പോവുകയും ചെയ്യും. ചെയ്യാനുള്ള കാര്യങ്ങൾ കുറിച്ചു വയ്ക്കുകയും പ്രാധാന്യമനുസരിച്ച് ചെയ്തു തീർക്കുകയും ചെയ്യുക എന്നത് ശീലമാക്കുക. ഏവർക്കും ബിസിനസ്സിൽ വിജയങ്ങൾ നേരുന്നു.